അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും CPM സമുന്നത നേതാവുമായിരുന്ന VS അച്യുതാനന്ദന്റെ വിശ്വസ്ത സഹചാരിയായിരുന്ന സുരേഷ് UDF പാളയത്തിലേക്ക് എത്തുമെന്ന് ഉറപ്പിക്കുകയാണ്. അതോടെ മലമ്പുഴ മണ്ഡലത്തിലെ ഇലക്ഷൻ ചർച്ചകളും ചൂടുപിടിക്കുകയാണ്. എന്നാൽ VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാർ മലമ്പുഴയിൽ CPM സ്ഥാനാർത്ഥിയായി എത്തിയേക്കുമെന്ന ശക്തമായ സൂചനകൾക്കിടെ മകനെതിരെ മത്സരിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് സുരേഷ് തുറന്നു പറഞ്ഞത് UDFനെ അങ്കലാപ്പിലാക്കിയിരിക്കുകയാണ്. അരുൺകുമാർ രംഗത്ത് വന്നാൽ തന്റെ തീരുമാനത്തിൽ പുനർവിചിന്തനം നടത്തുമെന്ന സുരേഷിന്റെ നിലപാട് കാരണം മലമ്പുഴയിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നത് CPMന്റെ പട്ടിക വന്നതിന് ശേഷം മതിയെന്ന തീരുമാനത്തിലാണ് കോൺഗ്രസ്. സന്ദീപ് വാര്യരുടെ സാന്നിധ്യത്തിൽ KPCC നേതൃത്വവുമായി നടത്തിയ ചർച്ചയിൽ സുരേഷ് തന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. CPMൽ കടുത്ത അപമാനമാണ് തനിക്കുണ്ടായത്. പുറത്താക്കിയ തന്നെയാണെന്ന MV ഗോവിന്ദന്റെ പ്രസ്താവന തന്നെ വളരെയധികം ദുഃഖിപ്പിച്ചു. എന്നാൽ ഇപ്പോഴും ആ പഴയ രാഷ്ട്രീയ മനസ്സ് കൂടെയുണ്ട്. സഖാവ് VSന്റെ മകൻ അരുൺകുമാർ എതിരാളിയായി വന്നാൽ ആ സൗഹൃദത്തിന് മുന്നിൽ മത്സരം വേണ്ടെന്ന് വെക്കുമെന്നും സുരേഷ് വ്യക്തമാക്കി. മലമ്പുഴയിൽ CPM സ്ഥാനാർത്ഥിയായി VA അരുൺകുമാറിന് തന്നെയാണ് മുൻതൂക്കമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകളും. സഖാവ് VSന്റെ മകനെന്ന പരിഗണനയും മണ്ഡലത്തിലെ സ്വാധീനവും വോട്ടാക്കി മാറ്റാനാണ് CPM ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ സുരേഷിനെ പോലെ ഒരാൾ UDF സ്വതന്ത്രനായി മത്സരിക്കാൻ ഇറങ്ങുന്നത് പാർട്ടിയുടെ ഉറച്ച വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തുമോ എന്നതിലും ചെറിയ സംശയങ്ങളുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടാണ് സുരേഷിനെ തിരിച്ചെടുക്കില്ലെന്നും അയാളുടെ പോക്ക് വോട്ടുകളെ ബാധിക്കില്ലെന്നും MV ഗോവിന്ദൻ ആവർത്തിച്ച് പറയുന്നത്. സുരേഷിന്റെ UDF പ്രവേശനത്തെ BD സതീശൻ സ്വാഗതം ചെയ്തെങ്കിലും മലമ്പുഴയിലെ സ്ഥാനാർത്ഥിത്വത്തിൽ സസ്പെൻസ് ഇപ്പോഴും തുടരുകയാണ്. അരുൺകുമാറാണ് സ്ഥാനാർത്ഥിയെങ്കിൽ മറ്റൊരു സ്വതന്ത്രനെയോ കോൺഗ്രസ് നേതാവിനെയോ മലമ്പുഴയിൽ കോൺഗ്രസിനെ പരീക്ഷിക്കേണ്ടി വരും. വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ വിസ്മയങ്ങൾ ഉണ്ടാകുമെന്നാണ് BD സതീശൻ അവകാശപ്പെടുന്നത്. എന്തായാലും ഒരിക്കൽ കൂടെ മലമ്പുഴ ഇലക്ഷനിൽ VS അച്യുതാനന്ദൻ എന്ന പേര് വീണ്ടും മുഴങ്ങുകയാണ്. CPM കോട്ടയായ മലമ്പുഴ നിലനിർത്താൻ VSന്റെ പാരമ്പര്യം തന്നെ വേണമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് CPMലെ ഒരു വിഭാഗം നേതാക്കളും. അതുകൊണ്ട് തന്നെയാണ് VA അരുൺകുമാറിനെ മണ്ഡലത്തിൽ ഇറക്കാൻ അവർ ശ്രമിക്കുന്നത്. അരുൺകുമാർ സ്ഥാനാർത്ഥിയായാൽ VS പക്ഷക്കാരുടെ വോട്ടുകളെല്ലാം ഉറപ്പിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് AKG സെന്ററും. എന്നാൽ സുരേഷ് ഇപ്പോഴും പറയുന്നത് കോൺഗ്രസിന്റെ ഭാഗമാകാനോ അല്ലെങ്കിൽ പാർട്ടി വിമതർക്കൊപ്പം നിന്ന് CPMനെ കണ്ണടച്ച് വിമർശിക്കാനോ താൻ തയ്യാറല്ല എന്ന് തന്നെയാണ്. ജയവും തോൽവിയുമല്ല, മറിച്ച് തൻ്റെ രാഷ്ട്രീയം പറയാനുള്ള വേദിയായി മലമ്പുഴയെ കാണാനാണ് താല്പര്യമെന്നും സുരേഷ് പറയുന്നു. മലമ്പുഴയിൽ സുരേഷിനെ നിർത്തി ഒരു അട്ടിമറി വിജയം നേടാമെന്നായിരുന്നു UDF പ്രതീക്ഷിച്ചത്. എന്നാൽ അരുൺകുമാർ എത്തിയാൽ സുരേഷിന് പകരം മറ്റൊരു കരുത്തനായ സ്ഥാനാർത്ഥിയെ കണ്ടെത്തുക UDFനെ സംബന്ധിച്ച് പ്രയാസമുള്ള കാര്യമാണ്. വരും ദിവസങ്ങളിൽ VA അരുൺകുമാറിൻ്റെയും സുരേഷിൻ്റെയും നീക്കങ്ങൾക്കായി കാതോർക്കുകയാണ് രാഷ്ട്രീയ കേരളം.